നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആയുർവേദത്തിലെ ഒരു പ്രധാന തൈലമായ കർപ്പൂരാതി തൈലത്തെക്കുറിച്ചും കർപ്പൂരത്തിൻ്റെ കാംഫറിൻ്റെ എസൻഷ്യൽ ഓയിലിനെ കുറിച്ചിട്ടും സംസാരിക്കാം. കാരണം ഇത് വൈഡായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് ആൾക്കാർ. നല്ലൊരു ആരോമാറ്റിക് ഓയിൽ എന്ന നിലയിൽ മസാജ് ഓയിലായിട്ട് ആൾക്കാർ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുന്ന ഒരു ഓയിലാണ്. അതുപോലെ തന്നെ പല പല രോഗാവസ്ഥയിലും ആയുർവേദം ഇത് മെൻഷൻ ചെയ്യുന്നുമുണ്ട്. ആൾക്കാർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പേരുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ സംശയങ്ങൾ വരാറുണ്ട്, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ. ഇതിൻ്റെ രീതികൾ അല്ലെങ്കിൽ ഇത് സാധാരണ എന്തിനു ഉപയോഗിക്കുന്നു, ആയുർവേദത്തിനനുസരിച്ച് വിധിപ്രകാരമാണ് ഇത് ഉണ്ടാക്കിയതെങ്കിൽ, നല്ലെണ്ണയിൽ ഉണ്ടാക്കിയത് എങ്കിൽ, ഇൻഫ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മസ്കുലാർ പെയിനും അതുപോലെ തന്നെ മസ്കുലാർ ക്രാംസിനുമാണ് മെയിനായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. മസിൽ കയറുന്ന അവസ്ഥ, മസിലിൻ്റെ പെയിന്, ഉളുക്ക്, അതുപോലെ തന്നെ കിടന്നിട്ട് വന്ന സ്ട്രെയിൻസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു കർപ്പൂരാതി തൈലം ഉപയോഗിക്കാം. കഴുത്ത് മുതൽ കാൽപാദം വരെ നമുക്ക് ഉപയോഗിക്കാം. തലയിൽ ഉപയോഗിക്കാത്തതാണ് നല്ലത്. അതുപോലെ തന്നെ അതായത് ഈ ഒരു കർപ്പൂരാതി തൈലം ഇൻ ആയുർവേദ എന്നുള്ളത് അത് നമുക്ക് ആർത്രൈറ്റിസിന്റെ വേദനകൾ, സന്ധിവേദനകൾക്കൊക്കെ നോക്കിയിട്ട് ഡോക്ടർമാർ കൊടുക്കാറുണ്ട്. ഒരു പ്രീ ബാത്ത് ഓയിലാണ് ഇത്. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആണ് ഇത് യൂസ് ചെയ്യേണ്ടത്. കുളിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് അത് ശരീരത്തിൽ ഒത്തിരി നേരം അല്ലെ ഒരു 3/4 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല. ഇനി സൈനസൈറ്റിസിനും മൈഗ്രെയിനൊക്കെ കാംഫറിന്റെ ഓയിൽ, എസൻഷ്യൽ ഓയിലാണ് ആരോമ ഓയിൽ മിക്കവാറും ഉപയോഗിക്കാറുണ്ട്. ഇത് വളരെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള ആരോമയാണ് ഇതിൻ്റെ. ആവി പിടിക്കാനായിട്ടും ഇതിൻ്റെ എസൻഷ്യൽ ഓയിൽ 2 തുള്ളി ആവിയുടെ വെള്ളത്തിലേക്ക് ഇട്ടിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു കർപ്പൂരത്തിൻ്റെ ഒരു മണം വരികയും ഇത് ശരിക്കും നാസൽ കഞ്ചഷൻ ചെയ്യും. ഇത് ശരിക്കും നമ്മുടെ ആ ഒരു മൂക്ക് തുറക്കുന്നതായിട്ടും അല്ലെ ജലദോഷം പെട്ടെന്ന് റിലീവ് ആകുന്നതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി പേരൊന്നും ഇത് ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഗുണം അറിയാവുന്നവർ തീർച്ചയായിട്ടും ഉപയോഗിച്ച് അതിൻ്റെ ഗുണം കിട്ടുന്നുമുണ്ട്. സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്കും മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കും തലവേദന വരുമ്പോഴൊക്കെ നെറ്റിയിൽ പുരട്ടാനും പുരുകത്തിൻ്റെ മുകളിലും മൂക്കിൻ്റെ 2 സൈഡിലായിട്ട് പുരട്ടാൻ വേണ്ടിയിട്ടും ഈ കാംഫർ എസൻഷ്യൽ ഓയിൽ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെസ്റ്റിലൊക്കെ ഇപ്പോൾ ശ്വാസമുട്ടൽ പോലെയോ നെഞ്ചത്ത് കഫം നിറഞ്ഞിരിക്കുന്ന പോലെയുള്ള അവസ്ഥയിൽ നെഞ്ചിലൊന്ന് പതിയെ തടവിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 3/4 മണിക്കൂർ വെക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇത് പിന്നെ ആവി പിടിച്ചു കഴിഞ്ഞ ശേഷമൊക്കെ ഇത് ദേഹത്തു നിന്ന് റിമൂവ് ചെയ്യേണ്ടതാണ്. ഉറക്കക്കുറവുള്ള ആൾക്കാർക്കും ഈ ചെറുതായിട്ടൊരു ടവലിലൊക്കെ ഇതൊന്ന് കർച്ചീഫിലൊക്കെ ഒന്ന് ഒരു ഡ്രോപ്പ് ക്യാംഫറിൻ്റെ എസൻഷ്യൽ ഓയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്ത ശേഷം അതൊന്ന് മണത്തിട്ട് ഒരു റിലാക്സ് ചെയ്തിരുന്ന ശേഷം ഉറങ്ങാൻ പോകുന്നതും ഉറക്കക്കുറവിനും നല്ലതാണ്. ഉറക്കക്കുറവിനുള്ള ആൾക്കാർക്ക് ആസകലം അഭ്യംഗം എന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രീ ബാത്തിങ് ഓയിലായിട്ടോ നോർമൽ ഓയിലായിട്ടോ ഒക്കെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഇത് ഇച്ചിരി വയസ്സായവരൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് കർപ്പൂരാതി ഓയിൽ. കർപ്പൂരാതി തൈലത്തിന് ഇത്രയും ഗുണങ്ങളുണ്ട്. എസൻഷ്യൽ ഓയിലാണെങ്കിൽ തികച്ചും ജലദോഷത്തിനും കഫക്കെട്ടിനും തുമ്മലിനും ഒക്കെ ഫലപ്രദമാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.